മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും പത്മകുമാർ. ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത അവലോകനത്തിന് ശേഷമാണ് പത്മകുമാറിന്റെ പ്രതികരണം. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകരവിളക്ക് കാണുന്ന കേന്ദ്രങ്ങളിൽ ബാരിക്കേഡുകളും അതുമായി ബന്ധപ്പെട്ട സുരക്ഷ ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു പരിശോധന തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടെ ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതേസമയം വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. റിനു, എ പത്മകുമാർ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. മകരവിളക്കിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? പ്രിയ, നാളെ വൈകുന്നേരം 6:45 കൂടിയാണ് മകരവിളക്ക് ദർശനം കാണാൻ സാധ്യമാകുന്നത് ഭക്തജനങ്ങൾക്ക്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒരു ഉന്നതതല യോഗം ചേർന്നത്. ഓരോ വകുപ്പുകളും നടത്തിയ ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചത്. കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടും സന്നിധാനം ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. പോലീസും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ സേനകളെല്ലാം തന്നെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. 20-ാം തീയതിയാണ് നട അടയ്ക്കുന്നത്. 18-ാം തീയതി വരെയാണ് ഭക്തജനങ്ങൾക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള ഒരു ചടങ്ങ്. 20-ാം തീയതി പന്തളം കൊട്ടാരത്തിന്റെ രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് നട തുറക്കുന്നത്. ഭക്തജനങ്ങളെ കയറ്റിവിടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, മകരസംക്രാന്തിയുമായി, അതായത് അയ്യപ്പ ദർശനത്തിന് എത്തുന്നവരും ഒപ്പം മകരവിളക്ക് ദർശനത്തിന് എത്തുന്നവരും കെട്ടിടങ്ങളുടെ മുകളിലും അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ദർശനം ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, മാധ്യമങ്ങളുടെ ഒരു പങ്ക്. ഈ അയ്യപ്പ സീസൺ കാലത്ത് മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. എങ്കിൽ പോലും ചില മാധ്യമങ്ങൾ ദേവസ്വം ബോർഡിനെയും ഒപ്പം സർക്കാരിനെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ്. അത് ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. മറ്റൊന്ന്, ചില സംഘടനകൾ ദേവസ്വം ബോർഡിന് ബസ്സുകൾ, അതായത് വാഹനങ്ങൾ നൽകുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വിഷുക്കാലം മുതലെങ്കിലും പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്കും നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും എത്തുന്ന ഭക്തർക്ക് സൗജന്യ യാത്ര നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം. ഒപ്പം ആരുടെയും നഷ്ടങ്ങളല്ല, എത്തുന്ന ഭക്തരുടെ സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, മാധ്യമങ്ങളുടെ ചോദ്യം പ്രധാനമായും ഉയർന്നത് വരുമാനത്തിന്റെ കാര്യമാണ്. അത്തരത്തിൽ ശബരിമലയിൽ എല്ലാവിധമായ ഒരുക്കങ്ങളും മകരവിളക്കിനോടനുബന്ധിച്ച് പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും റിനു ചേരുന്നുണ്ട്. റിനു, തുടരാം. ചില സംഘടനകൾ വാഹനങ്ങൾ നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിഷുക്കാലം മുതൽ സൗജന്യ യാത്ര ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ദേവസ്വം ബോർഡ് ഒരുക്കുന്നു എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, സന്നിധാനത്തെ വികസന കാര്യങ്ങളാണ്. സന്നിധാനത്തിൽ ക്ഷേത്രനടയ്ക്ക് ചുറ്റമ്പലത്തിന് ചേർന്നുകൊണ്ടാണ് ചില കെട്ടിടങ്ങൾ പണിഞ്ഞിരിക്കുന്നത്. അത് പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹം, ദേവസ്വം ബോർഡിന്റെ ആഗ്രഹം. പുതുതായി കെട്ടിടങ്ങളൊന്നും പണിയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, വരുന്ന ബജറ്റിന് മുമ്പ് തന്നെ സർക്കാരുമായി സന്നിധാനത്തെ ശബരിമലയിലെ വികസന കാര്യവുമായി ഒരു ധാരണയിലെത്തും എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും വരുമാന നഷ്ടം ഉണ്ടെങ്കിൽ തന്നെ സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. എത്ര രൂപയുടെ നഷ്ടമുണ്ടായാലും ശബരിമലയുടെയും ആചാരങ്ങളെയും സംരക്ഷിക്കുവാൻ സർക്കാർ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം തനിക്കുണ്ട് എന്നുള്ളതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച കെ മുരളീധരനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എന്നെ ക്ഷണിക്കുന്നവർ കൃത്യമായി തങ്ങൾക്കുള്ള സ്ഥാനമെങ്കിലും ആ പാർട്ടിയിൽ ഉറപ്പിക്കണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. രാമൻ നായരെ പോലും സംരക്ഷിക്കേണ്ട ആ ഒരു ചുമതല ഉണ്ടായിട്ട് പോലും അതുപോലും ആ കർത്തവ്യം പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കോൺഗ്രസ് എന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ല. ജനിച്ച നാൾ മുതൽ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് താൻ. മരിക്കുമ്പോഴും ചെങ്കൊടി പുതച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് താൻ എന്നുള്ളൊരു കാര്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയുണ്ടായി. ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഉന്നതതല യോഗം ചേർന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരാമർശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. കെ മുരളീധരനെതിരെ ശക്തമായ ഒരു മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയത്. എന്തായാലും മകരവിളക്ക് പൂജയുമായി
ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. വിരിവെച്ച പർണശാലകൾ കെട്ടി അവർക്ക് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട്. പമ്പയിൽ മാത്രമാണ് അത്തരത്തിൽ വിരിവെച്ച് പർണശാല കെട്ടാൻ അനുവദിക്കാത്തത്. പ്രളയം ബാക്കി വെച്ചൊരു പമ്പയാണ് അവിടെ അവശേഷിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ക്രമീകരണം നടത്തുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, കൃത്യമായി ജാഗ്രതയോടുകൂടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ പോലീസ് 144 പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടപെടും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിൽ എല്ലാവിധമായ ഒരുക്കങ്ങളും മകരവിളക്കിനോടനുബന്ധിച്ച് പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അവലോകന യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇതിന്റെ വിശദാംശങ്ങളാണ് റിനു നൽകിയത്. നാളെ മകരവിളക്ക് ഉത്സവം നടക്കാനിരിക്കെ പമ്പയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വലിയ തോതിൽ തീർത്ഥാടകരുടെ തിരക്കും പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ നിന്നും VS അഭിറാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാളെ മകരവിളക്ക് നടക്കാനിരിക്കെ വ്യാപകമായി തന്നെ ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്ക് വരുന്നുണ്ട്. വലിയ തിരക്കാണ് ഇപ്പോൾ ശബരിമല അനുഭവപ്പെടുന്നതും. പമ്പയിൽ മകരവിളക്കിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന എല്ലാ ഭക്തരും ഇവിടെ വിരിവയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നാളെയാണ് മകരവിളക്ക്. അപ്പോൾ ഇവിടെ നിന്ന് മകരവിളക്ക് കണ്ട ശേഷം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക എന്നാണ് ഇവരുടെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനാൽ തന്നെ ഇവിടെ വലിയ തോതിൽ തന്നെ ഭക്തരുടെ ഒരു തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പമ്പയിൽ നടക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ പമ്പ വിളക്കും പമ്പ സദ്യയുമാണ്. ഉച്ചയ്ക്ക് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പമ്പ സദ്യ എന്ന പേരിൽ കാലങ്ങളൊരു ആചാരമായി തന്നെ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ വൈകുന്നേരത്തോടെ പമ്പ വിളക്കുന്ന രീതിയിലുള്ള ആചാരവുമുണ്ട്. പമ്പയിൽ ദീപങ്ങൾ കത്തിച്ച് ഒഴുക്കുന്ന ഒരു ചടങ്ങാണിത്. അത് ഇന്ന് പ്രധാനമായും പമ്പയിലുള്ള ഈ 2 ചടങ്ങുകളാണ്. അതിന് ശേഷമാണ് മകരവിളക്കിൽ കാണാൻ വേണ്ടി തീർത്ഥാടകർ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് കയറുക. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തവണ പമ്പയിൽ സാധാരണയായി മകരവിളക്ക് കാണാനൊരു സ്ഥലമുണ്ടായിരുന്നു, ഹിൽ ടോപ്പ് അടക്കമുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഹിൽ ടോപ്പിൽ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം, പ്രളയത്തിൽ ഏറ്റവും നാശം നേരിട്ട ഒരു മേഖലയാണ് ഹിൽ ടോപ്പ് അടക്കമുള്ളവ. അവിടെ വ്യാപകമായി മണ്ണിടിച്ചിൽ അടക്കമുള്ളവ ഉണ്ട്. അതിനാൽ തന്നെ ഇത്തവണ ഹിൽ ടോപ്പിൽ നിന്ന് നമുക്ക് സന്നിധാനത്ത് കത്തുന്ന പൊന്നമ്മനുള്ളിൽ കത്തുന്ന മകരവിളക്ക് കാണാൻ കഴിയില്ല എന്നൊരു പ്രത്യേകത ഇത്തവണയുണ്ട്. അതുപോലെ തന്നെ പമ്പയിൽ കൃത്യമായ സുരക്ഷ ഫയർഫോഴ്സും ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും ഒരുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്വദേശിയായ ഒരു ബാലൻ ഇവിടെ പമ്പയിൽ മുങ്ങി മരിച്ചു. അതുകൊണ്ട് തന്നെ കൃത്യമായി സുരക്ഷ ഒരുക്കാനും ഇവിടെ ഫയർഫോഴ്സും ദുരിതാശ്വാസ മറ്റും ശ്രമിക്കുന്നുമുണ്ട്. പോലീസിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്. കുട്ടികളടക്കമുള്ളവരെ ആഴമുള്ള ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നുമുണ്ട്. തന്നെ ഇവിടെ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നതും പമ്പയിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ പമ്പ സദ്യ ഉച്ചയ്ക്കാണ് നടക്കുക. ഉച്ചയ്ക്ക് അത്തരത്തിലൊരു സദ്യ എല്ലാ തവണയും ഉള്ളതാണ്. എല്ലാ തരത്തിലുള്ള വിഭവസമൃദ്ധമായ ഒരു സദ്യ ഭക്തർക്ക് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും തീർത്ഥാടകർക്കും നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. അതുപോലെ തന്നെ പമ്പ വിളക്കും ഒരു സ്ഥിരം ചടങ്ങാണ്. പമ്പയിൽ ദീപങ്ങൾ ഒഴുക്കി വിട്ടുകൊണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകരെല്ലാം തന്നെ പമ്പ വിളക്കിൽ പങ്കാളികളാകും. അതിനുശേഷം രാത്രിയോടെ തന്നെ ഒരു മല കയറുകയും ചെയ്യും. ഇന്ന് മല കയറുന്ന ആരും തന്നെ തിരിച്ച് പമ്പയിലേക്ക് മകരവിളക്ക് കഴിയാതെ വരില്ല. മകരവിളക്ക് കഴിയുന്നവരെ പമ്പയിൽ നിന്ന് അവിടേക്ക് പോയ ഭക്തർ സന്നിധാനം തുടരുകയും തുടർന്നാണ് തിരിച്ച് മകരവിളക്ക് കഴിയുന്നതോടെ വ്യാപകമായി തന്നെ കൂട്ടത്തോടുള്ളൊരു ഇറക്കം ഇവിടേക്ക് ഉണ്ടാകും. അത് കണക്കിലെടുത്ത് തിരിച്ചിറങ്ങുന്ന ഭക്തർക്ക് പോകാനുള്ള വഴികളും മറ്റും ഇപ്പോൾ തന്നെ പോലീസ് സജ്ജീകരിക്കുന്നുമുണ്ട്. ഇതിൽ കൂട്ടമായി തന്നെ ഭക്തർ എത്തുന്നതോടെ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയുള്ള ശ്രദ്ധയും പോലീസ് ഇപ്പോൾ പമ്പയിൽ നടത്തുന്നുണ്ട്. പമ്പയിൽ നിന്ന് ക്യാമറാൻ PP സൈബിനൊപ്പം VS അഭിരാം. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്യും. മാംസവ്യാപാരി മോയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും IRCTC അഴിമതി കേസിൽ ഒരു പ്രതിയെ FIRൽ നിന്ന് ഒഴിവാക്കിയെന്നുമുള്ള ആരോപണങ്ങളിലാണ് അന്വേഷണം ആവശ്യപ്പെടുക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൌധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് CVC അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന നീക്കവുമായി രംഗത്തു വന്നത്. അലോക് വർമ്മയ്ക്കെതിരെ രാകേഷ് അസ്താന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം CVC അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ അലോക് വർമ്മയ്ക്കെതിരെയുള്ള CVC അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് AK പട്നായിക് അലോക് വർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അസ്താന പരാതിയിൽ ഉന്നയിച്ച 10 ആരോപണങ്ങളിൽ 4 തുടരന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി CVC കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. മാംസവ്യാപാരി മോയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കോഴ വാങ്ങിയതിന് സാഹചര്യങ്ങളുണ്ടെന്നാണ് CVCയുടെ വാദം. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് മുഖ്യപ്രതിയായ IRCTC അഴിമതി കേസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഒഴിവാക്കാൻ ഇടപെട്ടു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ CBI നിയമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളിലാണ് CVC CBIയുടെ തുടരന്വേഷണം ആവശ്യപ്പെടുക.
അതേസമയം CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അലോക് വർമ്മയ്ക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ. CVC റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കാൻ അവസരം നൽകാതെ വർമ്മയെ പുറത്താക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധം എന്നാണ് ഠാക്കൂർ ഒരു ദേശീയ ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കടപിടിക്കത്തക്ക നിലയിലുള്ള സൗകര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒരുക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ തരത്തിലുള്ള ചികിത്സകൾ, അതിൽ അവയവമാറ്റം, ഹൃദയം മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ, കിഡ്നി മാറ്റിവെക്കൽ, ഇങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല RCCയും മലബാർ ക്യാൻസർ സെൻ്ററുമാണ് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രങ്ങളായിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ ഇവിടെ ക്യാൻസർ ചികിത്സാലയവും തുടങ്ങി, കൊച്ചി ക്യാൻസർ സെൻ്റർ. എന്നാൽ ഈ 3 മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ വലിയ മാറ്റം ആരോഗ്യരംഗത്ത് ഇതിൻ്റെ എല്ലാം ഭാഗമായി വരുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കും. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ ഒഴിവാക്കിയതിൽ രാഹുൽ ഗാന്ധിക്ക് നിരാശ. ചെറുപാർട്ടികളെ ചേർത്ത് കോൺഗ്രസ് മതേതര സഖ്യത്തിന് UP-യിൽ നേതൃത്വം നൽകും. മായാവതി അഖിലേഷ് സഖ്യ ചർച്ചകളിൽ നിന്നും സമാജ്വാദി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയെന്ന വിമർശനവുമായി പാർട്ടി രാജ്യസഭാ MP അമർ സിംഗ് രംഗത്തെത്തി. ഉത്തർപ്രദേശിൽ വലിയ പ്രചാരണ തന്ത്രങ്ങളാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരുന്നത്. അടുത്ത മാസം പകുതിയോടെ പശ്ചിമ UP-യിലെ കാർഷിക ഭൂമിയായ ഹാംപൂർ ജില്ലയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ റാലിയോടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിക്കുക. 11 വൻ റാലികളെ UP-യിൽ രാഹുൽ അഭിസംബോധന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സഖ്യകക്ഷിയായ സമാജ്വാദി കോൺഗ്രസ് ബന്ധം വിട്ട് മായാവതിയുമായി സഖ്യം പ്രഖ്യാപിച്ചത് ഈ പ്രചാരണങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. BJPക്കെതിരെ പൊതുസഖ്യം എന്നതായിരുന്നു കോൺഗ്രസ് ആഗ്രഹം. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. സഖ്യത്തിലൂടെ ഇത് മറികടക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. മായാവതിയുടെയും അഖിലേഷിന്റെയും നിലവിലെ നീക്കത്തിൽ രാഹുൽ ഗാന്ധി നിരാശ പ്രകടിപ്പിച്ചതായും സൂചനയുണ്ട്. പക്ഷേ സഖ്യത്തിനെതിരെ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. UP-യുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദിനോട് പാർട്ടി പ്രചാരണങ്ങൾ ശക്തമാക്കാൻ രാഹുൽ നിർദ്ദേശം നൽകി. കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിയായിരിക്കും പൊതുതെരഞ്ഞെടുപ്പ് നേരിടുക. UP-യിലെ ചെറുപാർട്ടികളെ ചേർത്ത് മതേതര സഖ്യത്തിന് രൂപം നൽകി കോൺഗ്രസ് മത്സരിക്കണമെന്ന താല്പര്യവും ചില ഹൈക്കമാൻഡ് നേതാക്കൾ പങ്കുവയ്ക്കുന്നു. അതേസമയം മായാവതിയുമായി അഖിലേഷ് നടത്തിയ സഖ്യത്തിനോട് സമാജ്വാദിയിലെ മുലായം സിംഗ് വിഭാഗം നേതാക്കൾ പൂർണ്ണ തൃപ്തരല്ലെന്നാണ് സൂചന. പാർട്ടി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയാണ് മകൻ അഖിലേഷ് യാദവ് സഖ്യം രൂപപ്പെടുത്തിയതെന്ന് പാർട്ടി രാജ്യസഭാ MP അമർ സിംഗ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ വ്യാപകം. അംഗീകൃത സ്വർണ്ണ വ്യാപാരികളുടെ ആഭരണങ്ങളുടെ മാതൃകയിൽ മറ്റു ലോഹങ്ങളിൽ പണിതാണ് തട്ടിപ്പുകൾ. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘം. കുട്ടനാട്ടിലെ ചില പണമിടപാട് കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ഡിസംബറിൽ തട്ടിപ്പുകൾ നടന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെത്തി സമീപ പ്രദേശങ്ങളിലെ മേൽവിലാസം നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അത് ഈ 916 സീലും കടയുടെ സീലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇരുന്ന പെണ്ണ് കൂടുതലായിട്ടൊന്നും നോക്കിയില്ല. അപ്പോൾ അടുത്ത പ്രദേശമായത്, അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു നാട്ടിൻ പ്രദേശമാണല്ലോ. ഇപ്പോൾ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് അങ്ങനെ ID പ്രൂഫോ അല്ലെങ്കിൽ വേറെ ഒന്നും മേടിക്കുന്ന അങ്ങനെയല്ല, എല്ലാം അറിയാവുന്ന ആൾക്കാർക്ക് ആണെന്നുള്ള രീതിക്ക് അങ്ങ് എടുത്തതാണ്. അത് 2 അഡ്രസ്സിൽ 2 പേരാവുന്നു പണയം വെച്ചത്. സ്ഥിരമായിട്ട് നമുക്ക് ഗോൾഡ് കൈകാര്യം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഇത് വരച്ച് നോക്കാതെയോ അല്ലെങ്കിൽ ഇത് ആസിഡ് ചെയ്തോ ഒക്കെ അല്ലാതെ അറിയാനൊക്കത്തില്ല. കാരണം വെച്ചാൽ ഇതിന് 2 സ്ഥലത്തു നിന്ന് സീലും, അപ്പോൾ ഇതിനു വേണ്ടി തന്നെ പണിത് വന്നിരിക്കുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനത്. ഇടപാടുകാരെ വിശ്വസിപ്പിക്കാൻ 916 മുദ്രകൾ ആലേഖനം ചെയ്ത ആഭരണങ്ങൾ നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ഒന്നിലധികം ആളുകളെത്തിയാണ് ഇത്തരം ആഭരണങ്ങൾ സ്വർണമെന്ന വ്യാജേന പണയം വയ്ക്കുന്നത്. കേരളത്തിലാകമാനം സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടന്നു വരുന്നതായും ഇവർ പറയുന്നു. തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ ചിലരുടെ ചിത്രങ്ങൾ CCTV ക്യാമറയിലൂടെ ലഭിച്ചിട്ടുണ്ട്.
തട്ടിപ്പിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രക്തസാക്ഷി അഭിമന്യുവിന്റെ സ്വപ്ന വീട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് കൈമാറും. അഭിമന്യുവിന്റെ കുടുംബത്തിന് വേണ്ടി സിപിഐഎം വട്ടവടയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അഭിമന്യുവിന്റെ നാമത്തിൽ വട്ടവടയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. അഭിമന്യു ബാക്കിവെച്ച ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുകയാണ്. ഒറ്റമുറി വീട്ടിൽ നിന്ന് അവന്റെ കുടുംബത്തിന് മോചനമാകുന്നു. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൗസല്യ എന്നിവർക്കായി വട്ടവട കൊട്ടക്കമ്പൂർ റോഡിൽ സിപിഐഎം വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് 1256 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വീടിന് തറക്കല്ലിട്ടത്. മുഖ്യമന്ത്രി നിർവഹിക്കുന്ന വീടിന്റെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടിയാണ് വട്ടവടയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ പറഞ്ഞു. ആദ്യമായി തന്നെ അവിടെ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു. അവിടെ വീട് നിർമ്മിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം അതും അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽ ദാനം 14-ാം തീയതി രാവിലെ 10:30 മണിക്ക് മുഖ്യമന്ത്രി നൽകാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ജൂലൈ 2-നാണ് SDPI പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അഭിമന്യുവിന്റെ വിയോഗത്തെ തുടർന്ന് ഈ കുടുംബത്തെ CPIM ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം BS രാജീവിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. BS രാജീവിന്റെ മൃതദേഹം സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസായ കാട്ടായിക്കോണം V ശ്രീധര സ്മാരക മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. BS രാജീവ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. ദീർഘകാലം സിപിഐഎമ്മിന്റെ വഞ്ചിയൂർ പേരൂർക്കട ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് പാക് ഭീകരർ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീരമൃത്യു വരിച്ച മലയാളി ജവാൻ മേജർ ശശിധരൻ V നായരുടെ സംസ്കാരം പൂനെയിലെ നവീപേഡ് അൽക്ക ടാക്കീസിനടുത്തുള്ള വൈകുണ്ഠ് ശ്മശാനത്തിൽ നടന്നു. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി ചെങ്ങമനാട് ചുള്ളിക്കാട്ട് പരേതനായ വിജയൻ നായരുടെയും മായാട്ട് ലതയുടെയും മകനാണ് മേജർ ശശിധരൻ. 40 ദിവസത്തെ അവധിക്ക് ശേഷം ഡ്യൂട്ടിയിൽ പ്രവേശിക്കവെയാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചത്. ബംഗാൾ സ്വദേശിയായ റൈഫിൾമാൻ ജീവൻ ഗുരുങ്ങും അദ്ദേഹത്തോടൊപ്പം വീരമൃത്യു വരിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുമെന്ന ഭീഷണി സന്ദേശം. ഇമെയിലൂടെയാണ് സന്ദേശം എത്തിയത്. ഇമെയിൽ ബുധനാഴ്ച ലഭിച്ചുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത് ഇന്നാണ്. സന്ദേശം ലഭിച്ച വിവരം സ്ഥിരീകരിച്ചു. കേസിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി ഡൽഹി പോലീസ് കമ്മീഷണർ അമുല്യ പട്നായിക്കിനെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഓട്ടോ ഡ്രൈവറായ യുവാവിനെ അപകടം അബോധാവസ്ഥയിലാക്കിയിട്ട് 3 മാസം തികയുന്നു. അപകടത്തിന് ശേഷം ബോധം തിരിച്ചുകിട്ടാതെ ആശുപത്രി കിടക്കയിൽ കഴിയുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവ് സ്വദേശി മനോജ്. മനോജിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുകയാണ് ഭാര്യയും പറക്കമുറ്റാത്ത 2 കുട്ടികളും ഉൾപ്പെടുന്ന നിർധന കുടുംബം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നായിരുന്നു ചപ്പാരപ്പടവ് സ്വദേശി മനോജിന്റെ കുടുംബത്തെ ഇരുട്ടിലാക്കിയ അപകടം. പണി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓട്ടോറിക്ഷ മറയുകയായിരുന്നു. അപകടത്തിൽ തലച്ചോറിനാണ് ക്ഷതമേറ്റത്. അപകടത്തിന് ശേഷം ഇതുവരെ മനോജിന് ബോധം തെളിഞ്ഞിട്ടില്ല. 2 ആഴ്ച പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ കഴിഞ്ഞു. അതിനുശേഷം കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 3 മാസത്തോളമായി അബോധാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ് മനോജ്. ദിനംപ്രതി 2000 രൂപയോളമാണ് മരുന്നിന് മാത്രം വേണ്ടത്. ദീർഘനാളത്തെ വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവ് വരും. ചികിത്സയ്ക്കും വീട്ടുചെലവിനും വഴിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് മനോജിനെ മാത്രം ആശ്രയിച്ച് കഴിയുകയായിരുന്ന ഭാര്യയും 2 കുഞ്ഞുമക്കളും ഉൾപ്പെടുന്ന കുടുംബം. ചികിത്സ ഇപ്പം 3 മാസത്തോളമായി ചികിത്സയിൽ 25 ദിവസത്തോളം പരിയാരം ICUവിൽ കിടന്നു. അതിനുശേഷം ഇന്നിപ്പം കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. ഇനി എത്ര നാൾ ചികിത്സ വേണമെന്നുള്ളതൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. നല്ലൊരു സമയമെടുക്കും, നേരെയായി വരാമെന്നാണ് പറഞ്ഞത്. മനോജിന്റെ ചികിത്സക്കായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും
നാട്ടുകാർക്ക് സ്വരൂപിക്കാൻ കഴിയുന്നതിലും ഏറെയാണ് ചികിത്സയ്ക്ക് വേണ്ട പണം. മനോജിന്റെ ഭാര്യ സവിതയുടെ പേരിൽ തളിപ്പറമ്പ് SBI ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 380-882-815-89 എന്ന അക്കൗണ്ടിലേക്ക് പണമയച്ച് ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ സഹായിക്കാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.